അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് എൻ്റെ കോളേജിലെ ഫ്രണ്ട്സ് വീട്ടിൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ വീട്ടിൽ വന്നത് വൈഷ്ണവിയായിരുന്നു. ഗൈസ്, ഇതൊക്കെ അവളുടെ ആർട്ടിഫിഷ്യൽ അഭിനയമാണ്. നമ്മൾ ആദ്യം വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും അത് റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ബാഗിട്ടാണ് ഈ റീക്രിയേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. വന്നിട്ടുണ്ടല്ലോ നേരത്തെ, അതുകൊണ്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നില്ല. എന്തുവാ ഒരുങ്ങി കിട്ടി? എവിടെ പോകുന്നു? ബീച്ചിൽ പോകാനാന്ന്. അങ്ങനെ ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞ് തുള്ളി ഇറങ്ങിയാണ്. ഒരു ബ്യൂട്ടി പാർലർ കണ്ടപ്പോൾ ത്രെഡ് ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് വണ്ടി നിർത്തിപ്പിച്ച് അവൾ നേരെ ത്രെഡ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അരമണിക്കൂർ എന്നെ പോസ്റ്റാക്കി ഞാൻ അതും വായി നോക്കി അവിടെ നിൽക്കുമായിരുന്നു. കേസ് എനിക്ക് ചെയ്യാനായിട്ട് ഭയങ്കര പേടിയാണ് ഈ ഒരു സാധനം. അപ്പോൾ അവൾ ചെയ്യുന്നത് ഓർത്ത് അവളെ അഭിമാനിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ ബീച്ച് എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത് ശ്രീലക്ഷ്മിയെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഹെൽമെറ്റ് എങ്ങനെ വെക്കുമെന്ന് വളവും തിരിവും ഒക്കെ അവിടുന്ന് ആലോചിച്ചിട്ട് അവസരം നടക്കത്തില്ലെന്ന് തോന്നിയപ്പോൾ അടച്ചു വെച്ചിട്ട് പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ആര് വരാണ്ട് ഇനി? ഹായ്, അങ്ങനെ നമ്മൾ ശ്രീലക്ഷ്മി താണ്ട് എത്തിയിരിക്കുകയാണ്. കണ്ണാടി എന്ത് ശ്രീലക്ഷ്മി മാറ്റത്തില്ല വീഡിയോ. നമ്മൾ കണ്ണാടി ശ്രീലക്ഷ്മിയുടെ വരവോടുകൂടി നമ്മുടെ ഇന്നത്തെ സായം ഞങ്ങൾ അടിച്ചു പൊളിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇവർക്ക് മാക്സിമം എൻജോയ്മെന്റ് കൊടുക്കണം, ഇവരെ മാക്സിമം സ്ഥലങ്ങൾ കാണിക്കുക എന്നൊരു ഉദ്ദേശമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ബീച്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. വൈഷ്ണവി അധികം ബീച്ചിലേക്ക് വരാത്തവരാണ്. എന്റെ അമ്മയച്ചനും കൊണ്ടുവരാത്ത ബീച്ച് കടല് കാണാത്ത രണ്ട് പിള്ളേര് കാണണ്ട അനാഥ പിള്ളേരെ കണക്ക് എന്റെ കൂടെ നടക്കുന്നു. ആരുടെ ഡയലോഗ്? ഉറപ്പായിട്ടും വരൂ. നമ്മൾ ആരെയാ മിസ് ചെയ്യുന്നത് ഇപ്പം? മയൂരി മിസ് ചെയ്യുന്നു. മയൂരി എന്താ വരാനാ? നിമിഷ കൊളവാക്കി. അമ്പലത്തിൽ പോകാൻ വരുമല്ലോ നാളെ. അപ്പൊ നാളെ നമുക്ക് പൊളിക്കാം. നമുക്ക് അങ്ങനെ നമ്മൾ എവിടെ പോയിരുന്നാലും നല്ല എണ്ണ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ തലയ്ക്ക് ചുറ്റിനും കുറേ പരുന്തുകളും കാക്കകളും എല്ലാം വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു. വേറൊന്നുമല്ല, നമ്മളെ കൂടെ അല്ല അപ്പുറത്തുണ്ടായിരുന്ന കുറേ പേര് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാക്കയും പരുന്തും എല്ലാം അത് കഴിക്കാനായിട്ട് വന്നിരിക്കുന്ന കാഴ്ചകളാണ്. എങ്കിൽ പോലും നമ്മളിതൊക്കെ ആസ്വദിക്കുക എന്നാണ് നമ്മുടെ ഒരു വൈബ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ സന്ധ്യയിൽ നമ്മളെ സൺസെറ്റും ഈ കാക്കയുടെയും പരുന്തിയൊക്കെ പറക്കലും എല്ലാം കൂടി കണ്ട് ഞങ്ങളൊരു വൈബ് അടിച്ചങ്ങിരുന്നു ഗൈസ്. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം ബീച്ചിലൊക്കെ ഇരുന്ന് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ റീൽസൊക്കെ എടുത്തതിന് ശേഷം നേരെ ബീച്ചിനോട് ചേർന്ന് തന്നെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട്. അവിടെ പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്താ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഐശ്വര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമെന്നും പറഞ്ഞ് ഞാൻ ശ്രീലക്ഷ്മിയെ പറ്റിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അതിനുശേഷം നമ്മൾ ഈ കളിപ്പാട്ടത്തിൻ്റെ കടയിലോട്ടൊന്ന് നമ്മൾ തിരിഞ്ഞെങ്കിലും വളർന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി നേരെ ഫുഡടിയിലോട്ട് പോയി. അങ്ങനെ ഇവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ പെനയിൽ കയറിയിട്ട് ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ട് നേരെ നമ്മൾ ഉപ്പിലിട്ട മാങ്ങ തിന്നാന്നുള്ളൊരു ഐഡിയയിലേക്ക് പോയി. ഇതൊക്കെ എന്ത് കോമ്പിനേഷനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹങ്ങൾ അപ്പം സാധിക്കുക എന്നതാണല്ലോ ലക്ഷ്യം. അതിനുശേഷം നേരെ കടലൊക്കെ ഇട്ട് നമ്മളൊരു സാലഡ് ഉണ്ടല്ലോ ബീച്ചിൽ കിട്ടുന്ന, അതും വാങ്ങിച്ച് നേരെ പോയി. നമ്മൾ തിരിച്ചു പോവുകയാണ്. സമയം ഇപ്പം എത്രയായി? 8 മണി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ 8 മണിക്കാണ് ഇതാ വീട്ടിൽ തിരിച്ചു വന്നാൽ. ഇപ്പം പോകണമെന്നൊന്നും ഇല്ല, പക്ഷെ വീട്ടിൽ ഇനി കയറിയില്ലേ അമ്മയടിച്ച് പുറത്താക്കും. അതുകൊണ്ട് മാത്രം നമ്മൾ ഇന്നത്തേക്ക് വിട പറഞ്ഞ് വീട്ടിലേക്ക് പോകണം. ഞങ്ങളെ വണ്ടി ഇരിക്കുന്നിടത്തേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ വീട്ടിൽ ചെന്ന് കാണാം. ആ കണ്ണാടിയിൽ ആരെയും മുഖം കാണാൻ പോലും വയ്യ സത്യം പറഞ്ഞാൽ. മുഖം കാണാതെ തന്നെ സംസ്ഥാന സമ്മേളനം നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ വരുന്ന വഴിക്കെല്ലാം അടിപൊളി നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഇതാ കണ്ടോ, അടിപൊളി ലൈറ്റിങ്സ് അതേപോലെ റെഡ് കൊടികളൊക്കെ ആയിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ അത് അവിടെയൊക്കെ നിന്ന് നമ്മൾ കുറച്ച് നേരം കണ്ടിന്യൂ. ഞാൻ പറയാം നിനക്ക് എന്താണ് ഇന്നിവിടെ പരിപാടി? പറ. മാഗി ഉണ്ടാക്കാറിയോ? നിനക്കറിയോ? എനിക്കറിയത്തില്ല. 2 മിനിറ്റ് മാഗി ഉണ്ടാക്കാൻ അറിയാത്ത കൈസാണ്. ഇത് പൊട്ടിക്കറിയാവോ? അതിന് കത്തി വേണം. വീട്ടിലെല്ലാ കറിയും ചോറും ഒക്കെ ഉണ്ടാക്കുക. അങ്ങനെ കളിയും ചിരിയും തമാശകളൊക്കെ ആയിട്ട് ഞങ്ങൾ നേരെ മാഗി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഗൈസ്. 2 മിനിറ്റ് മാഗി നൂഡിൽസ് അവൾ 1 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെന്ന് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. നല്ല അടിപൊളി ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് കുക്കിനൊന്നും നിൽക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ വൈഷ്ണവി നിന്ന് എൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ് അവിടെ.
പിന്നെ ഞങ്ങൾ നാളെ അമ്പലത്തിൽ ഇടാനുള്ള ഡ്രസ്സെല്ലാം തേക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പാവാടയും ഞുറവും എടുക്കാൻ എനിക്ക് ശ്രീലക്ഷ്മിക്ക് നല്ല രീതി അറിയത്തില്ല. ഞങ്ങൾ കുറേ നോക്കിയിട്ടും പറ്റാത്തതുകൊണ്ട് അവസാനം വയ്യാത്ത അമ്മയുടെ ഹെൽപ്പ് തന്നെ ഞങ്ങൾക്ക് വേണ്ടി വന്നു. അമ്മ എന്ത് പ്രൊഫഷണലായിരുന്നു നമ്മളെ ഞുറവൊക്കെ എടുത്ത് തേക്കുന്നത്. ഞങ്ങൾ നോക്കി നിൽക്കുമായിരുന്നു ഗൈസ്. അപ്പം ഗൈസ് സമയം ഇപ്പം എത്ര ഐഡി സമയം 12:15. നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ 12:15 ഉറങ്ങാൻ കൊടുക്കുന്നു. ഇനി ഉറങ്ങുമെന്ന് എനിക്ക് അറിയത്തില്ല. 3-4 മണിയാകുമ്പോൾ എണീക്കണം. ഉറങ്ങുന്നു. പിന്നെ ശ്രീലക്ഷ്മി എവിടെയാണെന്ന് വെച്ചാൽ ശ്രീലക്ഷ്മി മതി ഉറങ്ങി ഗൈസ്. അവൾ പാട്ട് കേട്ട് ഉറങ്ങിപ്പോയി. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ കാണാം. ഹായ്. ശ്രീലക്ഷ്മി അപ്പോഴത്തേക്കും പാട്ടൊക്കെ കേട്ട് ഉറക്കം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.